പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, മാരാരത്തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ സ്നേഹവന്ദൻ നിങ്ങളെ മുന്നമേ അറിയിക്കട്ടെ. ജനനപ്പെരുന്നാളിന് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന എവൻഗേലിയൻ ഭാഗമാണ് നമ്മൾ ചിന്തിച്ച് പോന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സന്ധ്യയുടെ വായനയും പ്രഭാത വായനയും കൂടി ചേർത്ത് നമ്മൾ ധ്യാനിച്ചു പോന്നു. ധ്യാനം അല്ലെങ്കിൽ വചന ശുശ്രൂഷ അല്പം നീണ്ടുപോയതുകൊണ്ട് നമുക്കത് ഒന്നാക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു. നമുക്ക് പ്രാർത്ഥിച്ച് രണ്ടാമത്തെ ഈ എപ്പിസോഡിലേക്ക് കടക്കാം. പെട്ടെന്ന് തന്നെ ധ്യാനിച്ച് കടന്നു പോകാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പഴയ നിയമ വായനയാണ്, അതിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. ഈ വചനം നന്നായി ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും അവിടുന്ന് കൃപ നൽകണമേ. പരിശുദ്ധമേ ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, പഴയ നിയമ വായന നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മളുടെ ജീവിതത്തിൽ പാപവഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നൊരു ഭാഗവുമാണ്. യാക്കോബ് തൻ്റെ പിതാവ് പരദേശിയായി പാർത്തിരുന്ന കനാൻ ദേശത്ത് വാസമുറപ്പിച്ചു എന്ന് പറഞ്ഞാണ് ആ ഭാഗം തുടങ്ങുന്നത്. യാക്കോബിൻ്റെ കുടുംബചരിത്രമാണ് വ്യാഖ്യാനിക്കുന്നത്. 17 വയസ്സുള്ളപ്പോൾ യൗസേപ്പ് സഹോദരന്മാരുടെ കൂടെ ആടുമേയ്ക്കായിരുന്നു. അവൻ തൻ്റെ പിതാവിൻ്റെ ഭാര്യമാരായ ബിൽഹായുടെയും സിൽഫായുടെയും മക്കളുടെ കൂടെ ആയിരുന്നു. ആ ഭാഗം നിങ്ങൾ ഒന്ന് വായിച്ചു പോവുക. നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ ഈ ജോസഫിനെ അവൻ്റെ പിതാവ് കൂടുതൽ സ്നേഹിച്ചു എന്ന് മറ്റ് മക്കൾ അഭിപ്രായപ്പെടുകയാണ്. ഒരുപക്ഷെ സ്നേഹിച്ചിട്ടുണ്ടാകാം. മാതാപിതാക്കന്മാരെപ്പോഴും തങ്ങളുടെ മുമ്പിൽ സൗമ്യതയോടെ ശാന്തതയോടെ നിൽക്കുന്നവരെയാണല്ലോ കൂടുതൽ ബഹുമാനത്തോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ കാണുന്നത്. എപ്പോഴും എതിർക്കുന്നവരെയോ തർക്കുത്തരം പറയുന്നവരെയോ ബഹളം ഉണ്ടാക്കുന്നവരെയോ ഒന്നും അത്രമാത്രം കരുതൂല. എപ്പോഴും സൗമ്യനും ശാന്തനുമൊക്കെ ആയിട്ടിരിക്കുന്നു. ഇവിടെ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഇവിടെ രണ്ടാമത്തെ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, ഈ യൗസേപ്പിൻ്റെ മേൽ ഒരു ദൈവിക പദ്ധതി കൂടിയുണ്ട്. യൗസേപ്പ് ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നം വ്യാഖ്യാനിക്കുന്നത് വഴിയാണ്, അല്ലെങ്കിൽ ആ സ്വപ്നത്തിൻ്റെ ഇത് പറയുമ്പോഴാണ് ഇവർക്ക് അസൂയ കയറാൻ കാരണമാകുന്നത് എന്ന് നമുക്ക് അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ യൗസേപ്പിനെ കൂടുതൽ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങൾക്ക് അസൂയ ഉണ്ടായി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. നമുക്കും നമ്മളെക്കാളധികമായി മറ്റുള്ളവരെക്കുറിച്ച്, വേറൊരാളെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ മഹത്വപ്പെടുത്തുമ്പോഴോ വർണ്ണിക്കുമ്പോഴൊക്കെ നമുക്ക് അസൂയ വരും. നമ്മൾ ഇങ്ങനെ അത് തല്ലിക്കെടുത്തി മോശമാക്കി സംസാരിക്കും. അപ്പോൾ അസൂയ എന്ന് പറയുന്ന പാപമാണ്. അത് മൂലപാപങ്ങളിൽ ഒന്നാണ്, അടിസ്ഥാനപരമായ പാപം. ഉപവിയാണ് അതിൻ്റെ പുണ്യം. അതുകൊണ്ട് മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് കേൾക്കുമ്പോൾ, മറ്റുള്ളവരെക്കുറിച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അവരെ വീഴ്ത്തണമെന്നുള്ള വിചാരം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? ദൈവമേ, ആ വ്യക്തിയെക്കുറിച്ച് നല്ലത് കേൾക്കുമ്പോൾ, ആ വ്യക്തിയെക്കുറിച്ച് നല്ലത് കാണുവാൻ, നല്ലത് പറയുവാൻ എനിക്കും കൃപ തരണമേ. എന്നെ അസൂയയുടെ ദുഷ്ടാത്മാവിനാൽ നിന്ന് വിടുവിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ഉപവിയുടെ പരസ്നേഹത്തിൻ്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ജോസഫിൻ്റെ മേലുള്ള ദൈവിക പദ്ധതികളെല്ലാം നിറവേറി. പക്ഷെ അവനോട് അസൂയ പിടിച്ച അവൻ്റെ സഹോദരങ്ങളെല്ലാം വളരെ മനോവിഷമത്തിലായി. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ 50-ാം അധ്യായത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ വളരെ വേദനാജനകമായ അനുഭവങ്ങളാണ് അവിടെയൊക്കെ ഉള്ളത്. 49 ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ വളരെ വേദനാജനകമായ അനുഭവങ്ങൾ കാണും. അവർക്ക്
ഈ യൗസേപ്പ് മിസ്രൈമിൻ്റെ അധിപനാണെന്ന് അറിഞ്ഞിട്ടും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ദ്രോഹം വേറൊരാൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ദ്രോഹം അനുഭവിച്ചയാൾ മറന്നുപോയാലും നമ്മൾ മറക്കൂല, നമ്മളുടെ മനസ്സിനെ അത് വേട്ടയാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കുക, ഈ ഭാഗം വായിക്കുമ്പോൾ, ദൈവമേ, ഞാൻ ആരെയെങ്കിലും ഉപദ്രവിക്കാൻ ഇടയായിട്ടുണ്ടോ? ഞാൻ ആരെയെങ്കിലും എൻ്റെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ ദോഷം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്നെ വേട്ടയാടും. അതുകൊണ്ട് നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പരിശോധിക്കുക. പഴയ നിയമത്തിൽ രണ്ടാമത്തെ വായന നമ്മൾക്ക് നൽകുന്നത് ശമൂവേൽ പുസ്തകത്തിൽ നിന്നാണ്. 1 ശമൂവേൽ 2-ാം അധ്യായത്തിൻ്റെ 18 മുതൽ വാക്യങ്ങളാണ്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ശമൂവേൽ ബാലനെ ദൈവത്തിന് സമർപ്പിച്ചു അവൻ്റെ അമ്മ. കുഞ്ഞില്ലാതെ നമുക്കറിയാം ഹന്നായും എൽക്കാനയും. എൽക്കാനയുടെ 2 ഭാര്യമാരാണ്, ഒന്ന് ഹന്ന, ഒന്ന് പെനീന. പെനീനയ്ക്ക് ധാരാളം മക്കൾ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര അഹങ്കാരം. ഹന്നായ്ക്ക് ഒരു കുഞ്ഞു പോലുമില്ല. അപ്പോൾ ഹന്ന കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, ഒരു കുഞ്ഞിനെ വേണമെന്നും. ഭർത്താവ് എൽക്കാന അവളുടെ സങ്കടം തുടച്ചു മാറ്റുന്നു. 10 മക്കൾക്ക് തുല്യമല്ലേ ഞാൻ, നീ എന്തിനു ഭാരപ്പെടുന്നു എന്ന് ചോദിക്കുന്നു. ഇവളതൊന്നും വകവെക്കാതെ ഇവൾ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞിനെ കിട്ടുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഇവൾ പറയുന്നത്, നീ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ അത് നിനക്ക് ആയുഷ്കാലം ഞാൻ തിരിച്ച് സമർപ്പിക്കുമെന്നാണ്. അങ്ങനെ ശമൂവേലിനെ വളരെ വേദനയോടെ, വളരെ സന്തോഷത്തോടെ സമർപ്പിക്കുകയാണ്. കുഞ്ഞിനെ കിട്ടിയതിലുള്ള സന്തോഷം ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ എല്ലാ വളർച്ചയിലും അവൻ്റെ അനുഭവം സ്വീകരിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടുകൊണ്ടും എന്നാൽ ദൈവഹിതത്തിന് കീഴ്പ്പെട്ടുകൊണ്ടും ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ദൈവത്തിന് സമർപ്പിക്കുന്ന അനുഭവമുള്ളപ്പോൾ തന്നെ ഒരു ദിവസം ഈ മകനെ കാണുവാനായിട്ട് ദേവാലയത്തിലേക്ക് പോകുന്ന സമയമാണല്ലോ. മകനെ കാണാനായിട്ട് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പഞ്ഞിനൂൽ കൊണ്ടൊക്കെയുള്ള വസ്ത്രമൊക്കെ നെയ്താണ് കൊണ്ടുപോകുന്നത്. വർഷം തോറും ഭർത്താവിനടുത്ത് പോയി അവൻ്റെ അമ്മ ചെറിയ ഉടുപ്പുണ്ടാക്കി അവന് കൊടുത്തിരുന്നു. കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്ന് വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് എൽക്കാനയെയും ഭാര്യയും ഏലി അനുഗ്രഹിച്ചു. ഏലി അവളെ അനുഗ്രഹിച്ചു. എന്താണ്? ഇവൾ ഈ പ്രതിജ്ഞ നിറവേറ്റി. ഇവൾ അന്ന് നിലവിളിച്ചതും ഒക്കെ ഏലിക്ക് അറിയാവുന്ന കാര്യമാണ്. ഏലിയാണ് അവളെ സമാശ്വസിപ്പിച്ചു വിട്ടത്. ഇപ്പോൾ ഈ കുഞ്ഞിനെ സമർപ്പിച്ച ഹന്നയ്ക്ക് ഇനിയും മക്കളുണ്ടാകട്ടെ എന്ന് ഏലി പ്രാർത്ഥിക്കുകയാണ്, ഏലി പുരോഹിതൻ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, ദൈവത്തോട് ചോദിച്ചു വാങ്ങി ദൈവത്തിന് തന്നെ തിരിച്ചു കൊടുത്തപ്പോൾ 6 മക്കളെ ദൈവം ഹന്നായ്ക്ക് നൽകി അനുഗ്രഹിച്ചു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് ധ്യാനിക്കുന്നത്? നാം എന്ത് ദൈവത്തോട് ചോദിച്ചാലും ദൈവം നമുക്ക് ദൈവിക സമയത്ത് നൽകും. പക്ഷെ നമുക്ക് തന്നതെല്ലാം ദൈവം നമ്മളോട് തിരിച്ച് വീണ്ടും ചോദിക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇരട്ടി നൽകും. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ മനുഷ്യനും ദൈവവുമായിട്ടുള്ള വലിയ ബന്ധത്തെ സൂചിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചോദിച്ചു വാങ്ങുന്നു, തിരിച്ച് ദൈവത്തിന് കൊടുക്കുന്നു. ദൈവം അതിൻ്റെ ഇരട്ടി തിരിച്ച് വീണ്ടും വ്യക്തിക്ക് കൊടുക്കുന്നു. അപ്പം അങ്ങനെ ഹന്നായുടെ സന്തോഷം അതിധന്യമായി എന്നുള്ളതാണ്, വലിയ സന്തോഷമായി എന്നുള്ളതാണ്. ഹല്ലേലൂയ. ശമൂവേൽ ബാലനോ പിന്നീട് വലിയവനായി മഹത്വമുള്ളവനായി തീർന്നു. ചുരുക്കത്തിൽ നമ്മൾക്ക് പറഞ്ഞു പോകാം, നമ്മളും ഇതുപോലെ ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിച്ചതെല്ലാം ദൈവത്തിന് തിരികെ കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ, സമർപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ അത് ദൈവകൃപയിൽ നമ്മുടെ എല്ലാറ്റിനെയും രൂപപ്പെടുത്തിയെടുക്കുക. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇങ്ങനെ നമുക്ക് ദൈവത്തിൽ സമർപ്പിക്കുവാനായിട്ട് കഴിയണം. ദൈവം നമ്മളോട് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ
നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നമ്മളിൽ ചൊരിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 45-ാമത്തെ സങ്കീർത്തനം 1 മുതൽ 17 വരെ വാക്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ധ്യാനിക്കാനായിട്ട് പോകുന്നത്, 3-ാമത്തെ വായനയായിട്ട്. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ചാണ് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കും. വിശുദ്ധ വേദപണ്ഡിതന്മാർ അങ്ങനെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. രാജകീയ വിവാഹം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു എഴുത്താണ്. ഒരു കവിത രചിക്കുന്നത് പോലെയാണ് അതിൻ്റെ ആരംഭം. എൻ്റെ ഹൃദയത്തിൽ ഉദാത്തമായ ആശയം തുടിച്ചു നിൽക്കുന്നു. ഈ ഗീതം ഞാൻ രാജാവിന് സമർപ്പിക്കുന്നു. തയ്യാറായിരിക്കുന്ന എഴുത്തുകാരൻ്റെ തൂലികയ്ക്ക് തുല്യമാണ് എൻ്റെ നാവ്. നീ മനുഷ്യമക്കളിൽ ഏറ്റവും സുന്ദരൻ, നിൻ്റെ അധരങ്ങളിൽ വാചോവിലാസം തുളുമ്പുന്നു. ദൈവം തന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചു. ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത്. കോരഹിൻ്റെ പുത്രന്മാരുടെ ഒരു പ്രബോധന ഗീതം, സ്നേഹഗീതം എന്നൊക്കെയാണ് ഈ സങ്കീർത്തനം അറിയപ്പെടുന്നത്. 46-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ ദിവ്യ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. നിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്. നിന്റെ ദിവ്യ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. നിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം 3 മുതൽ 5 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇതുപോലെ തന്നെ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. യെശയ്യാപ്രവചനം 11:3 മുതൽ. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളുന്നു. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നതുകൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവ്വം വർത്തിക്കും. ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായി പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. വീണ്ടും എബ്രായ ലേഖനം 1:8-9 നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ പുത്രനെ പറ്റി പറയുന്നു, ദൈവമേ അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്. അങ്ങയുടെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഭരണം നമ്മിൽ എന്നേക്കുമുള്ളതാണ്. ഇടയ്ക്ക് ഇട്ടിട്ട് പോകുന്നതല്ല, മടുത്ത് ഇട്ടിട്ട് പോകുന്നതല്ല, എന്നേക്കുമുള്ളതാണ്. ആ സിംഹാസനമാണ്. അത് നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുകയാണ്. ലോകത്തിൻ്റെ രാജാവല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എൻ്റെ സഹോദരന്മാർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു എന്ന് യേശു പറഞ്ഞു. ലോകത്തെ ഭരിക്കുന്ന ഒരു ചെങ്കോലല്ല, ആത്മീയമായി മനസ്സുകളെ ഭരിക്കുന്ന ചെങ്കോൽ. അവൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ അവൻ്റെ സിംഹാസനമുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവ് കാണുന്നു എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ എന്ന് ഓർത്തിരിക്കണം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് ലേഖനങ്ങളിലേക്കും അതുപോലെ സുവിശേഷത്തിലേക്കും പോകേണ്ടതുണ്ട്, എവൻഗേലിയയിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഈ പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് 3 ഭാഗങ്ങളായിട്ട് നമ്മൾ കേട്ട വചനങ്ങളൊക്കെയും ഒന്ന് ധ്യാനിക്കാം. നമ്മളിൽ അസൂയ മാറ്റിയിട്ട് നമ്മൾ ഉപയോഗമുള്ളവരായി മാറണമെന്ന് നമ്മൾ കേട്ടു. 2, നമ്മൾ എന്തു ചോദിച്ചാലും ദൈവത്തിൻ്റെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ അത് ലഭിക്കുമെന്നും, ഹന്നായെ ആക്ഷേപിച്ചതുപോലെ പീഡിപ്പിച്ചതുപോലെ നമ്മൾ ദരിദ്രരായ ആളുകളെ ആക്ഷേപിക്കരുത്, പീഡിപ്പിക്കരുത് എന്നും, രണ്ടാമത് നമ്മൾ ദൈവത്തിൽ നിന്ന് എന്ത് സ്വീകരിച്ചാലും ദൈവത്തിന് തിരിച്ചു കൊടുക്കണമെന്നും, ദൈവം അത് തിരികെ സ്വീകരിച്ചിട്ട് അതിൻ്റെ ഇരട്ടി 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 നമുക്ക് തിരിച്ചു തരുമെന്നും നമ്മൾ കേട്ടു.
എൻ്റെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ പൂർണ്ണമായി നമ്മൾക്കുള്ളതും സമർപ്പിക്കണമെന്ന് നമ്മൾ കേട്ടു. 3, അങ്ങനെ സമർപ്പിക്കുമ്പോൾ സങ്കീർത്തനം നമ്മൾ വായിച്ചു കേട്ടു, അവൻ്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്, അവൻ്റെ സിംഹാസനം എന്നേക്കുമുള്ളതാണ്. ഇഹത്തിലും പരത്തിലും, ഈ ജീവിതത്തിലും മരണാന്തര ജീവിതത്തിലും ക്രിസ്തുവിനോടുകൂടെ രാജകീയ പുരോഹിതവർഗമായി നിൽക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സത്യത്തിലും നീതിയിലും ജീവിച്ചാലുള്ള നമ്മുടെ അനുഭവം എന്ന് നമ്മൾ കേട്ടു. നമ്മളെ പൂർണ്ണമായി നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർത്തിനെ, ഞങ്ങളുടെ മേൽ കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഈ എവൻഗേലിയൻ ഭാഗം 3-ാമത്തെ ഒരു എപ്പിസോഡ് കൂടിയാണ് തീരുന്നത്. തുടർന്ന് നമുക്ക് ലേഖനങ്ങളിൽ നിന്നും എവൻഗേലിയൻ സുവിശേഷത്തിൽ നിന്നും കേൾക്കേണ്ടതുണ്ട്. ഒരുങ്ങി ഇരിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്കത് മനസ്സിലാക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.